പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകി അയച്ചിടാം. അന്നാ പിസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യരു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യരു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യരു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന് നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും. അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. അനവദ്യം മമ നാഥാനിൻ മഹിമയ്ക്കളവിൽ അറിവോ ഞാൻ.
തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകൾ നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് അങ്ങ് എല്ലാറ്റിനെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായി എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശ്വരാധാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായി എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനീ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകം ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. അതുവഴി ആത്മായ ശരീരം ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ബലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ സർവേശ്വരായി എന്നേക്കും. എൻ്റെ സഹോദരരെ, ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 9, 13 മുതൽ 21 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ജനം തങ്ങളെ പ്രഹരിച്ചവൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുകയോ സൈന്യങ്ങളുടെ കർത്താവിനെ അന്വേഷിക്കുകയോ ചെയ്തില്ല. അതിനാൽ ഒറ്റ ദിവസം കൊണ്ട് കർത്താവ് ഇസ്രായേലിൽ നിന്ന് വാലും തലയും ഞാങ്ങണയും ഈന്തൽപ്പന കൈയും അരിഞ്ഞുകളഞ്ഞു. ശ്രേഷ്ഠനും ബഹുമാന്യനുമാണ് തല, വ്യാജ പ്രവാചകനാണ് വാല്. ഈ ജനത്തെ നയിക്കുന്നവർ അവരെ വഴിതെറ്റിക്കുകയാണ്. അവരാൽ നയിക്കപ്പെടുന്നവർ നശിക്കുന്നു. അതിനാൽ അവരുടെ യുവാക്കന്മാരിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല. അവരുടെ അനാഥരുടെയും വിധവകളുടെയും മേൽ അവിടത്തേക്ക് കാരുണ്യമില്ല. എല്ലാവരും ദൈവഭയമില്ലാതെ അകൃത്യം പ്രവർത്തിക്കുന്നു. ഓരോ വായും വ്യാജ്യം സംസാരിക്കുന്നു. അതിനാൽ അവിടുത്തെ കോപം ശമിച്ചില്ല. അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. ദുഷ്ടത അഗ്നി പോലെ ജ്വലിച്ച് മുള്ളുകളും മുൾച്ചെടികളും നശിപ്പിക്കുന്നു. അത് വനത്തിലെ കുറ്റിച്ചെടികളെ എരിയിച്ച് പുക ചുരുളുകളായി ആകാശത്തേക്ക് ഉയരുന്നു. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ക്രോധത്താൽ ദേശം കത്തിയെരിയുന്നു. ജനം അഗ്നിയിൽ വിറകുന്ന പോലെയാണ്. ഒരുവനും സഹോദരനെ വെറുതെ വിടുന്നില്ല. ഒരുവൻ വലതുവശത്ത് നിന്ന് കവർന്നു തിന്നുന്നു, എന്നാൽ വിശപ്പ് ശമിക്കുന്നില്ല. ഇടതുവശത്ത് നിന്ന് പിടിച്ചു വിഴുങ്ങുന്നു,
എന്നാൽ തൃപ്തിയാകുന്നില്ല. ഓരോരുത്തരും അപരൻ്റെ മാംസം ഭക്ഷിക്കുന്നു. മനാസെ എഫ്രായിമിനെയും, എഫ്രായിം മനാസയെയും തന്നെ. അവർ ഇരുവരും ചേർന്ന് യൂദായോട് എതിരിടുന്നു. ഇതുകൊണ്ടും അവിടുത്തെ കോപം ശമിച്ചിട്ടില്ല. അവിടുത്തെ കരം ഉയർന്നു തന്നെ നിൽക്കുന്നു. ദൈവമായ കർത്താവിനെ സ്തുതി. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം 12 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ, എന്നെ ആശീർവദിക്കണമേ. ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ. ഞങ്ങൾ അതിരുകടന്ന് ആത്മപ്രശംസ ചെയ്യുകയില്ല. ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധി ഞങ്ങൾ പാലിക്കും. ആ പരിധിയിൽ നിങ്ങളും ഉൾപ്പെടുന്നു. നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കൈയെത്തിച്ചു പിടിക്കാൻ ഉദ്യമിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ. അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വായത്തമാക്കി അതിരുകവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാരമണ്ഡലം പൂർവോപരി വികസിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ. അപ്പോൾ അന്യൻ്റെ വയലിൽ ചെയ്ത ജോലികളെപ്പറ്റി പ്രശംസിക്കാതെ നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. എന്തെന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മനസ്സുകളെ തിരുവചനം കേൾക്കാം, ഒരു മനസ്സും ഹൃദയവും ഇനിയേകൂ. അതിശയകരമാകും അനുഭവമായി അവനണയുകയായി വചനമായ വഴിവിളക്കുമായി വഴി നടന്നു വിജയാകുവിൻ. ആത്മാവിൽ അറിവ് ചൊരിയുമീ പവിഴമൊഴികളാൽ പരിചയറിയുവിൻ. വചനമായ വഴിവിളക്കുമായി വഴി നടന്നു വിജയാകുവിൻ. നമുക്ക് സദാപുരം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 7 1 മുതൽ തിരുവചനങ്ങൾ. ഫരിസയരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവിന് ചുറ്റും കൂടി. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഫരിസയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല. കോപ്പുകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളെയും ക്ഷാളനം തുടങ്ങി മറ്റ് പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. ഫരിസയരും നിയമജ്ഞരും അവനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായി കൈകൊണ്ട് ഭക്ഷിക്കുന്നതെന്ത്? അവൻ പറഞ്ഞു, കപട നാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് ഏശയ്യാ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം മധുരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു, മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ തുടർന്നു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് അവസരപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു. എന്തെന്നാൽ എൻ്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയും മാതാവിനെയും ദുഷിച്ച് പറയുന്നവനും മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോട് മാതാവിനോട് നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് ഖുർബാൻ, അതായത് വഴിപാടാണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ പിതാവിനോ മാതാവിനു വേണ്ടി യാതൊന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ നിരർത്ഥകമാക്കുന്നു. ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയം നിറഞ്ഞവരെ,
കൈത്താക്കാലം 4-ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. സുവിശേഷത്തിൽ വായിച്ചു കേട്ട ഭാഗം ഈശോ പാരമ്പര്യത്തെക്കുറിച്ച്, യഹൂദരുടെ നിയമജ്ഞരുടെ തെറ്റായ പാരമ്പര്യങ്ങളെക്കുറിച്ച് അവരെ തിരുത്തുന്ന, വിമർശിക്കുന്ന സുവിശേഷ ഭാഗമാണ്. യഹൂദരുടെ, പ്രത്യേകിച്ച് യഹൂദർ തന്നെയുള്ള ഫരിസയർ, നിയമജ്ഞർ, ഈ രണ്ട് കൂട്ടരും അവർ പുലർത്തിയിരുന്ന ഈ പാരമ്പര്യവാദങ്ങളെയൊക്കെ ഈശോ പലപ്പോഴായിട്ട് പല പല കാരണങ്ങൾ പറഞ്ഞ് ഖണ്ഡിച്ചിട്ടുണ്ട്. സാബത്ത് ആചരണത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ ഈ പറയുന്ന പാത്രങ്ങൾ കഴുകുന്ന കാര്യങ്ങളെക്കുറിച്ചോ കൈ കഴുകി ശുദ്ധി വരുത്തുന്ന കാര്യങ്ങളെക്കുറിച്ചോ അങ്ങനെ പാരമ്പര്യങ്ങളെക്കുറിച്ച് ഈശോ കൃത്യമായിട്ട് തെറ്റായ പാരമ്പര്യങ്ങളെ ഈശോ വിമർശിക്കുന്നുണ്ട്. അതേസമയം ശരിയായ പാരമ്പര്യങ്ങളെ ഈശോ ഫോളോ ചെയ്യുന്നുണ്ട്. ഈശോ യഹൂദ പാരമ്പര്യം അനുസരിച്ച് പരിച്ഛേദനം ചെയ്യപ്പെടുന്നു. യേശു എന്നുള്ള പേര് 8-ാം ദിവസം സ്വീകരിക്കുന്നു. സിനഗോഗിൽ പ്രാർത്ഥിക്കാൻ വരുന്നു. ജെറുസലേം ദേവാലയത്തിൽ, പള്ളിയിൽ തിരുനാളിന് അവരുടെ യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് ഈശോ മുടക്കമില്ലാതെ വരുന്നു. ശരിയായ പാരമ്പര്യങ്ങളെ ഈശോ ഫോളോ ചെയ്യുന്നു. അത്ര ശരിയല്ലാത്ത ചില പാരമ്പര്യങ്ങളെ, നിയമങ്ങളെ ഈശോ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ ഈ പാരമ്പര്യം എന്ന് പറയുന്നത് വല്ലാത്ത പ്രശ്നമാണ്. അത് പള്ളിക്ക് ഒരു പാരമ്പര്യം ഉണ്ടാവും, രൂപതയ്ക്ക് ഒരു പാരമ്പര്യം ഉണ്ടാവും, സഭയ്ക്ക് ഒരു പാരമ്പര്യം ഉണ്ടാവും, ഓരോ തറവാടിന് ഒരു പാരമ്പര്യം ഉണ്ടാവും. നമ്മളിങ്ങനെ ഈ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ വലിയ ഇങ്ങനെ വമ്പ് പറയും. നമ്മൾ അങ്ങനെയാണ്, നമ്മളിങ്ങനെയാണ്, ഇങ്ങനെയാണ് എടുത്ത രീതികൾ എന്നൊക്കെ പറയും. നല്ലതാണ് ഒരു പരിധി വരെ. ചിലപ്പോഴൊക്കെ ഈ പാരമ്പര്യം അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നമുക്ക് വല്ലാത്ത ദുസ്സഹമായി തീരുന്ന അവസ്ഥയിലാണ്. നമ്മുടെ ചില ആചാരങ്ങളെക്കുറിച്ചൊക്കെ പണ്ടിങ്ങനെ തമാശയായിട്ട് കഥ പറയും. ഒരു സന്യാസി പണ്ടിങ്ങനെ പൂജ ചെയ്യാണ്, പൂജ ചെയ്യാണ്. സന്യാസി പാവം മനുഷ്യനായതുകൊണ്ട് പുള്ളിക്ക് ആ കൂടി ഒരു പൂച്ച മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഈ പൂജയുടെ ഇടയിൽ വന്നിങ്ങനെ ശല്യം ഉണ്ടാക്കുന്നതുകൊണ്ട് സന്യാസി എന്ത് ചെയ്യും, ഈ പൂച്ചേനെ പിടിച്ച് ഒരു തൂണുമ്പോൾ കെട്ടിയിടും പൂജ ചെയ്യണ സമയത്ത്, ആ സമയത്ത് മാത്രം. അപ്പം അങ്ങനെ ഈ പതിവ്, ഈ പാരമ്പര്യം ഇങ്ങനെ തുടർന്നുകൊണ്ട് വന്നപ്പോൾ മറ്റ് സഹസന്യാസിമാർ, ചെറു സന്യാസിമാർ നോക്കിയപ്പോഴാ വലിയ സന്യാസി ഈ പൂജ ചെയ്യണ സമയത്ത് പൂച്ചേനെ പിടിച്ച് കെട്ടിയിടുന്നുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ വലിയ സന്യാസി മരിച്ചു, പൂച്ചയും ചത്തു എന്നാണ് പറയണത്. അപ്പോൾ ഈ കൊച്ചു സന്യാസിമാർ പൂജ ചെയ്യാൻ ആരംഭിച്ചപ്പോൾ അവർ നോക്കിയപ്പോൾ പൂച്ച വേണം പൂജ ചെയ്യണമെങ്കിൽ. കാരണം എന്താ, പൂജ ചെയ്യാൻ നേരത്ത് സന്യാസി പൂച്ചേനെ പിടിച്ച് കെട്ടിയിടാറുണ്ട്. പൂച്ചേനെ കെട്ടിയിട്ടിട്ടാണ് പൂജ ചെയ്യാൻ പാടുള്ളൂ. ഈ കൊച്ചു സന്യാസിമാർ ഈ പുതിയ പൂച്ചേനെ വാങ്ങിച്ച് അതിനെ കെട്ടിയിട്ട് പൂജ ചെയ്യാൻ തുടങ്ങി എന്നിങ്ങനെ പറയും. കാലം വീണ്ടും കഴിഞ്ഞു, ആ സന്യാസിമാർ മരിച്ചു, വേറെ തലമുറ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നീടുള്ള തലമുറ വിശ്വസിച്ചു പൂജ ചെയ്യണമെങ്കിൽ പൂച്ച അത്യാവശ്യമാണ്, പൂച്ചയില്ലാണ്ട് പൂജ ചെയ്യാൻ പറ്റില്ല. കാലം പിന്നെയും കഴിഞ്ഞു. പിന്നീട് ഈ പൂച്ചേനെയും പൂജേനെയും കുറിച്ചുള്ള വലിയ പ്രബന്ധങ്ങൾ ഇറങ്ങുന്നു, പുസ്തകങ്ങൾ ഇറങ്ങുന്നു, വലിയ എന്താ പറയുക ഡോക്ടറേറ്റ് നേടുന്നു. അങ്ങനെ ഈ പൂച്ചയും പൂജയും തമ്മിലുള്ള പാരമ്പര്യം അഭേദ്യമായ ബന്ധമായിട്ട് മാറി എന്നുള്ളതാണ്. ഇത് പൊട്ട കഥയാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ചില പാരമ്പര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും ആവശ്യത്തിൽ ഉദിച്ചു പോന്നിരുന്നു. ഞാൻ ഇപ്പോൾ ഈ ദിവസങ്ങളൊക്കെ ഈ കല്യാണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കല്യാണം ഒരു 3-4-5 വർഷമായിട്ട് നമ്മുടെ കല്യാണ ആഘോഷത്തിൻ്റെ പാരമ്പര്യം കംപ്ലീറ്റ് മാറി. ഈ കല്യാണത്തിന് തലേദിവസം മഞ്ഞൾ കല്യാണം, മഹന്തി കല്യാണം, മറ്റേ മധുരം വെപ്പ് കല്യാണം, മഞ്ഞ ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ താലമിടുന്നു, കൊട്ട പിടിക്കുന്നു, പൂക്കൾ വിതറുന്നു, ഇങ്ങനെ മഞ്ഞ പൂക്കൾ, അങ്ങനെ ആകെ ഒരു ബഹളമയമാണ്. ഇത് എവിടെ നിന്നാണ് വന്നേ? നമുക്കറിയാൻ മേല. പെട്ടെന്നൊരു ദിവസം ചില പാരമ്പര്യങ്ങൾ ഒരു സുപ്രഭാതത്തിലും ഇന്നാളെ ഒരു വീട്ടിൽ പോയി പറഞ്ഞു, അച്ഛാ ഇത് നമ്മുടെ പാരമ്പര്യമാണ് എന്ന് മുതൽ. അപ്പോൾ പണ്ട് നിന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണ് വരിക, പെണ്ണിൻ്റെ വീട്ടിൽ ചെക്കൻ വരിക, അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ചെക്കനും പെണ്ണും കൂടി മറ്റേ മനസ്സമ്മതത്തിന് തലേദിവസം പെണ്ണിൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ ദിവസം ചെക്കൻ്റെ വീട്ടിൽ. അപ്പോൾ അത് പാരമ്പര്യമായി. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ, അത് കൊറോണ കാലത്താണ് വന്നതെന്ന് പറയുന്നത് എനിക്കറിയാൻ മേല. എന്തായാലും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉദിച്ച ചില രീതികൾ, ശീലങ്ങൾ, ആചാരങ്ങൾ പിന്നെ അങ്ങോട്ട് പാരമ്പര്യമായിട്ട് മാറുന്നു. ആ പാരമ്പര്യത്തെ മുറുക്ക പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ വലിയ വെല്ലുവിളി നടത്തുക. എന്നാണ് ഒരു പള്ളിയിൽ പോയിപ്പോൾ ഇങ്ങനെ ഈ അമ്പതിരുന്നാൾ ഇറങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തല്ലാണ്. അമ്പതിരുന്നാൾ ഇങ്ങനെ മറ്റേ അമ്പഴന്തുള്ളിപ്പ്, ഒരു സൈഡിലേക്ക് പോകും, ഒരു സൈഡിലേക്ക് പോവില്ല. അപ്പോൾ എന്താ ആ സൈഡിലേക്ക് പോയാൽ, അല്ല പരമ്പരാഗതമായിട്ട് ഈ സൈഡിലേക്ക് പോയിരുന്നത്, അതെന്താ പരമ്പരാഗതമായിട്ട് ഈ സൈഡിലേക്ക് പോണേ? പണ്ട് കാലത്ത് ആ സൈഡിൽ മാത്രം വീടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ സൈഡിലേക്ക് പോയി. ഇപ്പോൾ 2 സൈഡിലും വീട് വന്നു, അപ്പോൾ അങ്ങോട്ട് പോകാവുന്നല്ലോ. അത് പറ്റത്തില്ല. എന്താ, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഈ സൈഡിലേക്ക് പോകാറുള്ളൂ. അത് ഈ അനാവശ്യമായിട്ടുള്ള ചില പാരമ്പര്യങ്ങൾ നമ്മളിങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ചില പാരമ്പര്യങ്ങളെയാണ് ഈശോ വിമർശിക്കുന്നത്, ഈശോ പരിഹസിക്കുന്നത്, ഈശോ മാറ്റാനായിട്ട് ആവശ്യമാണ്. ഈശോ പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾ ഈ പാരമ്പര്യത്തിൻ്റെ പേരിൽ മോശയുടെ നിയമം പറയാണ് നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കണം എന്നാണ്. പക്ഷെ നിങ്ങൾ പറയുകയാണ് നിങ്ങളുടെ പാരമ്പര്യം, ഇത് യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് അവർ പറയാണ് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നതിന് പകരം പ്രായമായ മാതാപിതാക്കളെ കൊർബാൻ എന്ന് പറഞ്ഞ വഴിപാടെന്ന വാക്കിൻ്റെ അർത്ഥം. അത് യഹൂദരുടെ ഒരു ചിന്ത എങ്ങനെയാണ്, വയസ്സായ അപ്പനും അമ്മേനും കൊണ്ട് പള്ളിയിൽ
പ്രായമായി കഴിഞ്ഞാൽ കൊണ്ട് ഏൽപ്പിക്കും. കുർബാൻ വഴിപാട് ദൈവത്തിന് കൊടുക്കും. പിന്നെ അവരുടെ കാര്യം ദൈവം നോക്കും എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം. നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ ആനേനെ അങ്ങനെ കൊണ്ട് അമ്പലത്തിൽ വഴിപാടിരുത്തി, പ്രായമായി കഴിഞ്ഞാൽ ആന തടി പിടിക്കുന്ന ആനേനൊക്കെ കുറേ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൽ കൊണ്ട് നടക്കിരുത്തി ഇങ്ങനത്തെ പരിപാടി അങ്ങനെ ഉണ്ട്. നമുക്ക് ആനയാണ്, അവർക്ക് അമ്മയാണ്. അത് ഇത്രയുള്ള പ്രായമായ കാരണന്മാരെ കൊണ്ട് പള്ളി കൊണ്ട് കൊടുക്കുന്നൊരു പരിപാടി ഈ പണ്ട് യഹൂദരുടെ ഉണ്ട്. അപ്പോൾ അവർക്ക് വഴിപാട് കുർബാനായിട്ട് കൊടുക്കും. പിന്നെ അവരെ പരിചരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഈശോ അവർ വിമർശിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ ഓരോരോ പാരമ്പര്യങ്ങളൊക്കെ ഉണ്ടാക്കി കാരണന്മാരോട് ചെയ്യേണ്ട ഈ കടമ നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മളും ഒരു മാതാപിതാക്കന്മാരുടെ ഒക്കെ കൊടുക്കേണ്ട സ്നേഹവും ബഹുമാനവും അംഗീകാരവും പരിഗണനയൊക്കെ ഒന്ന് കൊടുക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഈ ദിവസങ്ങളിലുള്ള പത്രവാർത്തകൾ കാണുമ്പോൾ സങ്കടം തോന്നും. അപ്പനെ കൊല്ലുന്ന മോൻ, അമ്മേനെ ബലാത്കാരം ചെയ്യുന്ന മകൻ, അല്ലെങ്കിൽ മരിച്ചിട്ട് ഡെഡ് ബോഡി വീട്ടിൽ കയറ്റാൻ പോലും സമ്മതിക്കാതെ വീടും പൂട്ടി മോനും മരുമോളും കൂടി പോകുന്നു. അങ്ങനെയുള്ള കാരണന്മാർക്ക് കൊടുക്കേണ്ട സ്നേഹവും ബഹുമാനവും പരിഗണനയും അംഗീകാരവും കൊടുക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയോ മറന്നു പോകുന്നു. ഈ അടുത്ത പരിസരത്തുള്ള എല്ലാ അനാഥാലയങ്ങളും ഞാൻ ഇടയ്ക്ക് സന്ദർശിക്കുമ്പോൾ ഞാൻ നോക്കാറുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ കത്തോലിക്ക പ്രായമായിട്ടുള്ള അപ്പച്ചനും അമ്മച്ചിമാരാണ്. മറ്റ് മതസ്ഥരെക്കാളും കൂടുതൽ നമ്മുടെ ഈ അടുത്ത പരിസരത്തുള്ള എല്ലാ ഈ പറഞ്ഞ ആതുരാലയം പ്രായമായ ഒരു സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസികളായ അല്ലെങ്കിൽ ഈ പറഞ്ഞ നല്ല കുടുംബത്തിലൊക്കെ പെട്ട അല്ലെങ്കിൽ നല്ല ഈ പറഞ്ഞ ക്രിസ്ത്യാനികളായിട്ടുള്ള അപ്പന്മാരും അമ്മച്ചിമാരുമാണ് കൂടുതൽ. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ കൾച്ചറിലും ഇങ്ങനെ ഈ മാതാപിതാക്കന്മാർക്ക് കൊടുക്കേണ്ട കടമ അവരെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടാക്കി കുർബാൻ കുറച്ച് പൈസയും കൊടുത്ത് ഏൽപ്പിച്ച് വഴിപാടായിട്ട് നിങ്ങൾ നോക്കിക്കോ, സിസ്റ്റേഴ്സിനെ ഏൽപ്പിക്കുന്നു, അച്ഛന്മാരെ ഏൽപ്പിക്കുന്നു, ചില സ്ഥാപനങ്ങൾ ഏൽപ്പിക്കുന്നു. ഇത് ഒരു പാരമ്പര്യം യഹൂദർക്കുണ്ടായിരുന്നു. അതേ അവസ്ഥ നമുക്കുണ്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ അപ്പനെയും അമ്മേനും നോക്കാൻ മനസ്സിലാണ്ട് എവിടെയെങ്കിലും കൊണ്ടാക്കിയിട്ട് വഴിപാടായിട്ട് കുറച്ച് പൈസയും കൊടുത്ത് കുർബാനായിട്ട് പോകുന്ന പരിപാടി. ഈശോ അതാണ് വിമർശിക്കുന്നത്. ഏത്? നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പേരിൽ കാരണന്മാരോട് നിറവേറ്റാനായിട്ടുള്ള ചുമതല ഒഴിഞ്ഞു കളയുന്നു, അതൊന്ന് മാറ്റിക്കളയുന്നു, നിങ്ങൾ മാറി നിൽക്കുന്നു. അത് ശരിയല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ബലിയർപ്പിക്കുമ്പോൾ നമ്മളും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അത് പ്രഭാഷണ പുസ്തകത്തിൽ പറയുന്നില്ലേ, അപ്പനെ ബഹുമാനിക്കുന്നവന് അവന് സകല പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു കഴിഞ്ഞു. അമ്മയെ ബഹുമാനിക്കുന്നവൻ അവൻ ദീർഘായുസുള്ളവനാണ്. അപ്പോൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്നുള്ളത് കാരണന്മാരെ മുതിർന്ന തലമുറയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനവും സംരക്ഷണവും പരിഗണനയും അംഗീകാരം കൊടുക്കുക എന്നുള്ളത് നമ്മൾ പരിശീലിക്കേണ്ട കാര്യമാണ്. നമ്മുടെ പിള്ളേരെ ചെറുപ്പക്കാരെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. പ്രാർത്ഥിക്കാം, ബലിയർപ്പിക്കുമ്പോൾ ഈ അനാവശ്യമായ പാരമ്പര്യങ്ങളിൽ കെട്ടിക്കിടക്കാതെ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട്. 2, എൻ്റെ കാരണന്മാരോട് കൊടുക്കേണ്ട പരിഗണന വെറും കുർബാനായിട്ട് വഴിപാടായിട്ട് എവിടെയും കൊണ്ടാക്കുക, എല്ലാം കൂടി ആക്കുക. ചിലപ്പോൾ അത് മാത്രമല്ല കേട്ടോ, ഞാൻ സ്ഥാപനങ്ങൾ മാത്രമല്ല. അനിയൻ പറയും ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടാക്കും, ചേട്ടൻ പറയും പെങ്ങളെ വീട്ടിൽ കൊണ്ടാക്കും, പെങ്ങൾ പറയും ആ ചേട്ടൻ അനിയൻ്റെ വീട്ടിൽ കൊണ്ടാക്കും. ഇങ്ങനെ കാരണന്മാർ അവർ റൊട്ടേറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വഴിപാട്, ഇവിടെ വഴിപാട്, മറ്റൊരു വഴിപാട്. ഇതൊക്കെ ഒന്ന് മാറ്റി അവർക്ക് കൊടുക്കേണ്ട സ്നേഹവും ബഹുമാനവും പരിഗണനയും അംഗീകാരം കൊടുക്കാനായിട്ട് ഒന്ന് പഠിക്കുക, നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ ഇന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേടുന്നതിനും പ്രേക്ഷിത ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സഭയോടൊത്ത് ചിന്തിക്കാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുമുള്ള സന്മനസ് ദൈവജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യം വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്ലീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനമേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവവിളിക്ക് അനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു.
സമർപ്പിക്കുന്നു. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏക മനസ്സായി പരീക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീഷ്ണതയോടും കൂടെ സഭയിൽ ശുശ്രൂഷ ചെയ്ത് തന്നെ മഹത്വപ്പെടുത്തുവാൻ പരീക്ഷിത ഞങ്ങൾ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സകലത്തിന്റെയും നാഥനാഥയും തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളെയും കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ദിവ്യമാം അൽത്താരയിൽ കൈകൾ നിറയെ പൂക്കളും മിഴികൾ നിറയെ സ്നേഹവും പാപപങ്കിലമാത്മാവും കാഴ്ചയേകുന്നു. കരുണതൻ സ്നേഹമേ സ്വീകരിക്കണമേ. ഈ ദിവ്യമാം അൽത്താരയിൽ കൈകൾ നിറയെ പൂക്കളും മിഴികൾ നിറയെ സ്നേഹവും പാപപങ്കിലമാത്മാവും കാഴ്ചയേകുന്നു. കരുണതൻ സ്നേഹമേ സ്വീകരിക്കണമേ. അതുപോലാത്മചരം ദിവ്യരുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയൂസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ ആദിയിലെ പോലെ എന്നേക്കും ആമേനാമേൻ. സുതരുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയും ഹൃദയഗതങ്ങൾ ചൊരിയവിളന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ ബോധാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ടു മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക്
എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈവികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായും ശരീരത്തിന്റെ ഏർപ്പം നിത്യായുസ്സ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ അങ്ങേ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടെ മുറച്ച വിശ്വാസത്തോടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതി, ബഹുമാനവും കൃതജ്ഞയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരി, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭജനമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമ്മതമാകുന്നതിനു വേണ്ടി പ്രാർത്ഥന തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം യാക്കോബിന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനുബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ.
സമാധാനം നമ്മോട് കൂടെ. നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും എല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ സർവേശ്വരന്റെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളും സ്തുതിയും എല്ലാ നാമങ്ങളും കൃതജ്ഞതയും പുകഴ്ചയും അർഹിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ഗോപന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. കർത്താവാകും ദൈവം നിത്യം പരിശുദ്ധൻ, ബലവാനാകും ദൈവം നിത്യം പരിശുദ്ധൻ, സൃഷ്ടാവാകും ദൈവം എന്നും പരിശുദ്ധൻ, ഉന്നതത്തിൽ ഉയർന്നിടട്ടെ ഹോശാന ഹോശാന ഹോശാന. ദൈവമേ ദൈവമേ ഹോശാന. കർത്താവേ, സ്വർഗീയ ഗണങ്ങളോട് അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങൾ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സർവ്വത്രിക സഭയുടെ പിതാവും തലവനുമായ മാർലയോ പാപ്പാക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജറാർത്തി റാഫേൽ തട്ടിൽ മെത്ര പൊരുത്താക്കി മധുരൂപതീക്ഷണമായ മാറാൻ പുസ്താഴത്തിൽ മെത്ര പൊരുത്താക്കി ഞങ്ങളുടെ പിതാവ് രൂപതീക്ഷണമായ മാർപ്പോളിയും മെത്രാനും പുരോഹിതന്മാർ വിശംശാനമാർ സമർത്ഥനമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ,
കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്തകരുടെയും ബഹുമാനത്തിന് അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമാമിതം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആഗ്രഹമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ നാമത്തിൽ പേർ പിരിഞ്ഞു പോയി ഈ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും മരണമടഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് വാക്ക് കൊടുക്കുന്നവർക്ക് വേണ്ടിയും മദ്യപാനത്തിനും മറ്റു ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയ വ്യക്തികളുടെയും കുടുംബങ്ങളെയും മോചനത്തിന് വേണ്ടിയും സാമ്പത്തിക കടബാധ ഞെരുക്കപ്പെടുന്നവർക്ക് വേണ്ടിയും മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയും പരസ്പരം കലഹിച്ചു കഴിയുന്ന എല്ലാവരുടെയും അനുരഞ്ജനത്തിന് വേണ്ടിയും വീട് പണിയനെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി വിവാഹപ്രായമായി വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വേണ്ടിയും സന്യാസ ജീവിതത്തിലേക്കും പൗരോഹിത്യ ജീവിതത്തിലേക്കും ധാരാളം ദൈവവിളിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയും യുദ്ധങ്ങളാലും പകർച്ചവ്യാധികളാലും പ്രകൃതി ദുരിതങ്ങളാലും കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും എല്ലാ മിഷണറിമാർക്ക് വേണ്ടി പ്രവാസികൾക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും ഇവരുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയും അയോഗ്യനായി എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവാദയമേ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ശിംശിക്കായി അങ്ങ് അയച്ചു എന്ന ഉപവാസങ്ങൾ എല്ലാവരും അറിയട്ടെ. തന്റെ കർത്താവ് ദൈവമായി വിശുകാവുന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകമായ അടത്താൻ മുതിർന്നരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും വേണ്ടിയുള്ള നാർമ്മല വിശുദ്ധി ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥ രക്ഷകരമായ ശിംശിക്കായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരത്തിന്റെയും മഹനീയവും ഭയഭക്തിയനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാനിൽ അവിടുന്ന് ആവസിച്ചു ഇതിനെ ആശീർവദിക്കുകയും ബോധനീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലെ വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ മുന്നിൽ സ്വർഗരാജ്യത്തിനും ആശീർവത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാകും രക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യരക്തം രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകം അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയുടെ കൃപയ്ക്കൊത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രയത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശ്വരമിശിഹായി അങ്ങയുടെ നാമത്തിന് സ്തുതിയും നാഥനാഥനക്ക് ആരാധനയും ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗ്ഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയും അവർത്തിതാ പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ക്രൂശാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമിതാ സ്വർഗം പാകം ചെയ്തപ്പമിതാ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമിതാ സ്വർഗം പാകം ചെയ്തപ്പമിതാ കാണുന്നു ഓസ്തിയിൽ നാഥന്റെ മുഖം. കാണുന്നു ഓസ്തിയിൽ നാഥന്റെ സ്നേഹം. ഹല്ലേലൂയ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതാളം കലങ്ങളും ഇടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവാദീവേ കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്ന വദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം ഉപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവ് ശംശികാടി കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരി, സ്വരാഷ്ട്ര വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരം രക്തവും കടങ്ങളുടെ പുറത്തേക്കും ജീവനും കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികളിലും എല്ലാ കാലങ്ങളിലുമാകുന്നു അങ്ങയുടെ ജീവിതായകം ദൈവികമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാകമാരുടെ കൂടി തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവരക്ഷകൾ പങ്കുകൊള്ളുവാനും മഹോന്നതനാദികമേ അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനനായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധനുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ.
കർത്താവേ ആശീർവദിക്കണമേ. സകലത്തെയും പൗത്രീകരിക്കുന്ന തന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കുക. നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹാ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവർത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവർ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചും സ്വീകരിക്കുന്നതുമായ അച്ചാരം നിന്റെ കാരുണ്യത്തിലേക്കെത്താൻ ഞങ്ങളുടെ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശിക്കും നിന്റെ സന്നിധിയിൽ പ്രീതികരമാവിധം വർദ്ധിച്ച എല്ലാവരുടെയും മുൻസ്വർഗരായത്തിൽ നവമാശീവത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവാം മിശിഹാവഴിയാം ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ ഇരവോടും നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമായിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയേഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാകിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരണത്തിന്റെ പരിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കൃപയുടെ സ്വസ്തി. നിന്നെ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.